ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ഷേത്രത്തിൽ ശബ്ദം നാമജപത്തിന് മാത്രമേ ആകാവൂ എന്നുള്ളതാണ്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങൾക്കുള്ളിലും ഇപ്പോൾ ഒരു ബോർഡ് തൂക്കിയിരിക്കുന്നത് കാണാം. ശബ്ദം നാമജപത്തിന് മാത്രമെന്നാണ് അതിൽ തെളിഞ്ഞു കാണുന്ന അക്ഷരങ്ങൾ. ക്ഷേത്രവിധി വ്യക്തമായി മനസ്സിലാക്കാതെ ക്ഷേത്ര ദർശനം നടത്താൻ എത്തുന്നവരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും രാഷ്ട്രീയവും വരെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ചിലർ സംസാരിക്കാൻ ധൈര്യം കാണിച്ചതോടെയാണ് ക്ഷേത്ര ഭരണസമിതികൾക്ക് ഇങ്ങനെ എഴുതി വെക്കേണ്ടി വന്നത്. ഓരോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഈശ്വരനാമം മാത്രമേ ജപിക്കാവൂ എന്ന് വിധിയുണ്ട്. മനസ്സിൽ പോലും ഈശ്വരനാമമേ പാടുള്ളൂവെന്നാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ഗുണം ശാസ്ത്രീയവുമാണ്. അതാതു ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയുടെ ധ്യാനം എന്തെന്ന് മനസ്സിലാക്കി ദർശനം നടത്താൻ കഴിഞ്ഞാൽ ഫലം ഉത്തമമായിരിക്കും. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കടന്നാൽ മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല. വെറും നാമജപം മാത്രം. മുറുക്കുന്നതോ പുകവലിക്കുന്നതോ നിക്ഷിപ്തമാണ്. കൂടാതെ മലമോ മൂത്രമോ വീഴാൻ അവസരം നൽകരുത്. തുപ്പൽ, നഖം, രക്തം, മുടി എന്നിവ വീഴുന്നതും അശുഭകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ വീഴാതെ ശ്രദ്ധിക്കണമെന്നാണ് അർത്ഥം. അഥവാ ഇങ്ങനെ സംഭവിച്ചു പോയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയെങ്കിൽ സ്വന്തം ചെലവിൽ പുണ്യാഹം നടത്തി ദോഷപരിഹാരം ചെയ്യാവുന്നതാണെന്ന് പരിഹാരക്രിയയിൽ പറയുന്നു. താങ്ക്